بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم. وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ സാമീപ്യവും പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ സദാസമയവും ശ്രമിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് പരിപൂർണമായി ഇഖ്ലാസോടുകൂടി നടപ്പാക്കാൻ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസുകളിൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു നാം സംസാരിച്ചു വന്നത്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേതായി ഇഖ്ലാസ്, രണ്ടാമത്തേതായ തവക്കുൽ, മൂന്നാമത്തെ വിഷയമായ റജാ അഥവാ പ്രതീക്ഷ,
നാലാമത്തെ വിഷയമായ അൽ ഖൗഫ് അഥവാ ഭയം, അഞ്ചാമത്തെ വിഷയമായ അശുക്ർ അഥവാ നന്ദി, ആറാമത്തെ കാര്യമായ അർ-റിദ അഥവാ തൃപ്തി. ഈ കാര്യങ്ങളെക്കുറിച്ച് നാം വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഏഴാമത്തെ ഇത് സംബന്ധമായി നാം മനസ്സിലാക്കേണ്ട ഏഴാമത്തെ വിഷയം, മനസ്സിൻ്റെ പ്രവർത്തനമായി നാം മനസ്സിലാക്കേണ്ട ഏഴാമത്തെ വിഷയമായ അസ്സബ്ർ അഥവാ ക്ഷമയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ധാരാളമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു കാര്യമായിരിക്കും ഇത്. പക്ഷേ നാം മനസ്സിലാക്കിയതിൻ്റെയും നാം കേട്ടതിൻ്റെയുമൊക്കെ എത്രയോ അപ്പുറമാണ് വിഷയം എന്നത് ഈ സബറിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യമാകും. ക്ഷമ, സബർ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ കുതിച്ചു ചാടുന്ന ഒരു കുതിരയെപ്പോലെയാണ്. അതിശക്തമായി എന്തിനേയും വെട്ടി നുറുക്കാവുന്ന ശക്തമായ മൂർച്ചയുള്ള ഒരു വാളാണ് യഥാർത്ഥത്തിൽ ക്ഷമ. ഒരിക്കലും പരാജയപ്പെടാത്ത ശക്തമായ സൈന്യമാണ് ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ക്ഷമ. തകർക്കപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള തകർക്കപ്പെടാൻ സാധ്യമല്ലാത്ത കോട്ടയാണ് ക്ഷമ. ഏതൊരു മനുഷ്യൻ ക്ഷമ എന്ന വാഹനത്തിൽ കയറുമോ അവന് വഴിപിഴക്കാതെ അവന്റെ ലക്ഷ്യത്തിലെത്താം. ക്ഷമയാണ് യഥാർത്ഥത്തിൽ ഏതൊരു കാര്യത്തിൻ്റെയും വിജയത്തിൻ്റെ രഹസ്യം. ക്ഷമയും വിജയവും യഥാർത്ഥത്തിൽ രണ്ട് സഹോദരങ്ങളെപ്പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഏതൊരു മനുഷ്യനെയും അവൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ക്ഷമ. മനുഷ്യ ശരീരത്തിന് അവൻ്റെ ശിരസ് അഥവാ തല ഏതുപോലെ പ്രാധാന്യമർഹിക്കുന്നതാണോ അതുപോലെയാണ് എല്ലാ പ്രവർത്തനങ്ങളിലും ക്ഷമ. തലയില്ലെങ്കിൽ ജീവനില്ലാത്തതുപോലെ ക്ഷമയില്ലെങ്കിൽ ആ പ്രവർത്തനവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. ഏതൊരു വിഷയത്തിൻ്റെയും പരിപൂർണത ക്ഷമയിലാണ് കുടികൊള്ളുന്നത്. അതിൻ്റെ പരിപൂർണമായ വിജയം ക്ഷമിക്കുന്നതിലാണ് കുടികൊള്ളുന്നത്. നാം മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അതെനിക്ക് കിട്ടിയില്ലല്ലോ, അതെൻ്റെ മനസ്സിലില്ലല്ലോ, എൻ്റെ ജീവിതത്തിലില്ലല്ലോ, എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അസ്വസ്ഥമായതുകൊണ്ട് കാര്യമായില്ല. നാം ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത് എൻ്റെ ജീവിതത്തിലില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമിനി എന്നാലോചിച്ച് ബേജാറായാൽ വിഷയം അവസാനിക്കുകയില്ല. മറിച്ച് നമുക്ക് ആവശ്യം യഥാർത്ഥത്തിൽ ആ വിഷയത്തിലേക്ക് എത്താവുന്ന രൂപത്തിലുള്ള ക്ഷമയാണ് അഭികാമ്യമായിട്ടുള്ളത്. അസ്വസ്ഥതകളും ബേജാറുകളും മനുഷ്യനെ പടുകുഴിയിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, ആ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ഉൾക്കൊണ്ട് അവ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി, അസ്വസ്ഥമാകാതെ, പ്രയാസപ്പെടാതെ, ബുദ്ധിമുട്ടാതെ ചിന്തിക്കുകയും ആലോചിക്കുകയുമാണ് വേണ്ടത്. അത് ക്ഷമ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. അപ്പോൾ ജീവിതം യഥാർത്ഥ രൂപത്തിലാക്കണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം എന്നർത്ഥം. പരീക്ഷണങ്ങളുടെ വിളനിലമായ ഈ ദുനിയാവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഔഷധമായി നമുക്ക് കാണാവുന്നത് ക്ഷമയാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു മുജാഹിദിന്, ധീരയോദ്ധാവിന്, സമരരംഗത്തേക്കിറങ്ങുന്ന ഒരു മനുഷ്യന് വിജയം ലഭിക്കുകയില്ല എങ്കിൽ തനിക്ക് അടുത്തു തന്നെ വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്താൻ അവനെ പ്രേരിപ്പിക്കുന്നത് ക്ഷമയാണ്. ഒരു പ്രബോധകന് അല്ലെങ്കിൽ ഒരു പ്രബോധക സമൂഹത്തിന് തങ്ങൾ പറയുന്നത് ആളുകൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോകുന്നതിന് പകരം ആളുകൾ കേൾക്കും,
ആളുകൾ സ്വീകരിക്കും എന്ന ഒരു പ്രതീക്ഷയും ക്ഷമയോടുകൂടിയുള്ള ഒരു സ്വഭാവവുമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ പാഥേയം. ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ആളുകൾ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചെറിയ മനുഷ്യനും വലിയ മനുഷ്യനും, പണ്ഡിതനും പാമരനും, സ്ത്രീയും പുരുഷനും, വിവരമുള്ളവനും വിവരമില്ലാത്തവനും, എല്ലാവരും വളരെ ശക്തമായി ഉൾക്കൊള്ളേണ്ട, ജീവിതത്തിലൂടെ കൊണ്ടുപോകേണ്ട ഒന്നാണ് ക്ഷമ എന്നർത്ഥം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബുസ് സുഹ്ദ് എന്ന ഒരു ഗ്രന്ഥത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വജദ്നാ ഖൈറ ഐഷിനാ ബിസ്സബ്ർ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഖൈറു ഐഷ്, ജീവിതത്തിന്റെ ഏറ്റവും ഉത്തമമായ അവസ്ഥ ഞങ്ങൾക്ക് വന്നത് ക്ഷമ കൊണ്ടാണ്, ക്ഷമിച്ചതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഖാക്കളായ ഞങ്ങൾ ഈ രൂപത്തിലുള്ള ഒരവസ്ഥയിലെത്തിയത് എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ 90ഓളം സ്ഥലങ്ങളിൽ ഈ ക്ഷമയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമുക്കത് മാത്രം മതി. ഒരു ദൈവീക ഗ്രന്ഥം, സന്മാർഗം കാണിച്ചു കൊടുക്കാനുള്ള ഒരു ദൈവീക ഗ്രന്ഥം 90ഓളം സ്ഥലങ്ങളിൽ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടത് ആ വിഷയത്തിന്റെ പ്രാധാന്യത്തെയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സബറിനെ കുറിച്ച് പറയുന്നത് മറ്റൊരുപാട് നന്മയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് എന്ന് ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, എന്താണ് ഈ ക്ഷമ എന്ന് പറയുന്നത്? 2 അക്ഷരമാണ് മലയാളത്തിലുള്ള ക്ഷായും മായും. അറബിയിലാണെങ്കിൽ അത് 3 അക്ഷരമാണ്. സ്വായും ബായും റായും കൂടിയാൽ സബറായി. പക്ഷേ ഈ 2 അക്ഷരമോ 3 അക്ഷരമോ അല്ല ക്ഷമ എന്ന് പറയുന്നത്. സബർ എന്ന് പറയുന്നതിന് പണ്ഡിതന്മാർ നൽകിയ നിർവചനം ഹബ്സുൻ നഫ്സി അനിൽ ജസഇ വൽ ലിസാനി അനിൽ തശക്കി വൽ ജവാരിഹി അൻ ലത്മിൽ ഖുദൂദി വശഖി സിയാബ് വനഹ്വിഹിമാ. 3 കാര്യങ്ങളാണ് ക്ഷമ. 1, ഹബ്സുൻ നഫ്സി അനിൽ ജസഇ, അസ്വസ്ഥമാകുന്നതിൽ നിന്ന് മനസ്സിനെ പിടിച്ചു വെക്കുക. ഞാൻ സൂചിപ്പിച്ചുവല്ലോ ആമുഖമായി, ഒരു വിഷയം നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ആ വിഷയം എനിക്കില്ലല്ലോ എന്നാലോചിച്ച് അസ്വസ്ഥമാവുകയല്ല, ആ അസ്വസ്ഥമാവുക എന്ന അവസ്ഥയിൽ നിന്ന് മനസ്സിനെ പിടിച്ചു വെക്കുക. ഒരു നന്മ, എനിക്ക് കിട്ടേണ്ട ഒരു നന്മ കിട്ടിയില്ലല്ലോ എന്നാലോചിച്ച് ബേജാറാവുകയല്ല, ആ ബേജാറാകുന്ന അവസ്ഥയിൽ നിന്ന് മനസ്സിനെ പിടിച്ചു വെക്കുക. നിർബന്ധമായും എന്റെ മുമ്പിൽ ഞാൻ പ്ലാൻ ചെയ്ത് കണക്കാക്കിയ ഒരു വസ്തു, ഒരു നന്മ എനിക്ക് കിട്ടാത്തതിന്റെ പേരിൽ, എനിക്ക് ലഭ്യമാകാത്തതിന്റെ പേരിൽ ആകെ പ്രയാസപ്പെട്ട് ബഹളം വെക്കുകയല്ല. ആ പ്രയാസങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മനസ്സിനെ പിടിച്ചു വെക്കുക. 2, വല്ലിസാനു അനിത്തശക്കി, നാവിനെ ആവലാദികളിൽ നിന്ന് പിടിച്ചു വെക്കുക. ആവലാദികൾ പറയുകയല്ല, എനിക്ക് പ്രശ്നമുണ്ട്, പക്ഷേ ആ പ്രശ്നങ്ങൾ ഞാൻ പെരുപ്പിച്ച ആവലാദിയായി ബഹളമാക്കുകയല്ല. ക്ഷമിക്കുക, നാവിനെ പിടിച്ചു വെക്കുക, പറയേണ്ടിടത്ത് മാത്രം അല്പം പറയുക, ആവശ്യമുള്ളയിടത്ത് മാത്രം പറയുക, അല്ലാത്തിടത്ത് പിടിച്ചു വെക്കുക. 3, വൽ ജവാരിഹ, മനുഷ്യന്റെ അവയവങ്ങളെ പിടിച്ചു വെക്കണം. അസ്വസ്ഥമായാൽ അവയവങ്ങളെ കൊണ്ട് അവൻ പലതും ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അസ്വസ്ഥമാകുമ്പോൾ നെഞ്ചത്തടിക്കുന്നവരെ, അസ്വസ്ഥമാകുമ്പോൾ മാറുകീറി കരയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അസ്വസ്ഥമാകുമ്പോൾ തന്റെ ജീവിതം ഒരു കയറിന്റെ കഷ്ണത്തിൽ, അല്ലെങ്കിൽ ഒരു വിഷക്കുപ്പിയിൽ, അല്ലെങ്കിൽ 1-2 സ്ലീപ്പിംഗ് പിൽസിൽ ഒതുക്കുന്നവരെ കണ്ടിട്ടുണ്ടാകും. ഇതിൽ നിന്ന് അതിനെ പിടിച്ചു വെക്കുക, അതാണ് ക്ഷമ. ചിന്തിക്കുക, മനസ്സിന് ക്ഷമയുമായി ബന്ധമുണ്ട്, അതാണ് ആദ്യം പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് നാവിന് ക്ഷമയുമായി ബന്ധമുണ്ട്, അതാണ് 2ാമത്തെ വിഷയം. 3, നാവല്ലാത്ത മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾക്കും ക്ഷമയുമായി ബന്ധമുണ്ട്. അതാണ് പടച്ച റബ്ബ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. വസ്ബിർ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശി യുരീദൂന വജ്ഹഹു. മുഹമ്മദ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്, വസ്ബിർ, നബിയെ നിങ്ങൾ സബർ കാണിക്കണം.
എന്താണ് അവിടുത്തെ സബർ? തുടർന്ന് വിശദീകരിച്ചു, വസ്ബിർ നഫ്സക, നിന്റെ നഫ്സിനെ മുഹമ്മദ് നബി നീ പിടിച്ചു നിർത്ത്. വസ്ബിർ, അവിടെ അതാണ്, പിടിച്ചു വെക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ക്ഷമ എന്ന് പറഞ്ഞാൽ നാവിനെ പിടിച്ചുവെക്കലാണ്, മനസ്സിനെ പിടിച്ചുവെക്കലാണ്, മനുഷ്യന്റെ മുഴുവൻ അവയവങ്ങളെയും പിടിച്ചുവെക്കലാണ്. അതാണ് റസൂലുള്ളാഹിയെ ഓർമ്മിപ്പിക്കുന്നത്. നബി തങ്ങളെ വസ്ബിർ നഫ്സക്, അങ്ങയുടെ മനസ്സിനെ, അങ്ങയുടെ നഫ്സിനെ, അങ്ങയുടെ ശരീരത്തെ അങ്ങ് പിടിച്ചു നിർത്തണം. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശി, രാവിലെയും വൈകുന്നേരവും റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ. യുരീദൂന വജ്ഹഹു, റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ. അങ്ങയുടെ മനസ്സിനെ, അങ്ങയുടെ ശരീരത്തെ പിടിച്ചു വെക്കണം നബിയേ. അവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വസ്ബിർ എന്ന പദമാണ് അള്ളാഹു പ്രയോഗിച്ചത്. ഏതാണ് അവിടുത്തെ സബർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണക്കാരുടെ കൂടെ പോകുമോ, സ്വാധീനമുള്ളവരുടെ കൂടെ പോകുമോ, ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളവരുടെ കൂടെ പോകുമോ? പോകാൻ പാടില്ല. ഒരുപക്ഷെ ഇപ്പുറത്തുള്ളവർ പാപങ്ങളായിരിക്കും, അവരുടെ കൂടെ നബിയെ അങ്ങ് തങ്ങണം, അവരുടെ കൂടെ അങ്ങയുടെ ശരീരത്തെ അങ്ങ് പിടിച്ചു നിർത്തണം എന്നാണ് അവിടെ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി കണക്കാക്കിയ വിഷയം എന്താണോ, കണക്കാക്കിയ കാര്യം എന്താണോ, നമുക്കതറിയില്ല. പക്ഷേ ആ കണക്കാക്കിയ കാര്യത്തിൽ തൃപ്തിപ്പെട്ട് മനസ്സിനെയും നാവിനെയും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും പിടിച്ചു വെക്കലാണ് ക്ഷമ. അതാണ് സബർ. അല്ലാതെ ഇത് എളുപ്പാ, ക്ഷമിക്ക് എന്ന് പറയാൻ എളുപ്പ. പക്ഷേ ഇതൊരു പ്രാക്ടിക്കലാക്കാൻ, പ്രയോഗവൽക്കരിക്കാൻ, ഈ ക്ഷമയെ, ക്ഷമിക്കുക എന്നതിനെ ഈ രൂപത്തിൽ പ്രയോഗവൽക്കരിക്കലാക്കാൻ, അതാണ് പ്രയാസം, അതാണ് വിഷമം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, 90 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഈ വിഷയത്തോളം പടച്ച റബ്ബ് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്തുകൊണ്ടാ? ഇത്ര കൂലുള്ള ഒരു കാര്യം, ഇത്ര പ്രതിഫലമുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. 3 കാര്യത്തിൽ നാം ക്ഷമിക്കണം. 3 കാര്യത്തിൽ നാം ക്ഷമിക്കണം. ഒന്നാമത്തേത് സബ്റുൻ അലാ ത്വാഅത്തില്ലാ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ ക്ഷമ വേണം. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണമെങ്കിൽ ക്ഷമ വേണം. വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 2 സബ്റുൻ അൻ മഅസിയത്തില്ലാഹ്, റബ്ബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാതിരിക്കാൻ ക്ഷമ വേണം. തെറ്റുകളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ, മഅസിയത്തുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ക്ഷമ വേണം. 3 സബ്റുൻ അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, മനുഷ്യനെ വേദനിപ്പിക്കുന്ന, മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ഒരുപാട് ഖദറുകൾ, വിധികൾ പടച്ച റബ്ബ് നമുക്കുണ്ടാക്കിയിട്ടുണ്ടാകാം. അതിൽ ക്ഷമ വേണം. നമ്മെ പേടിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന വിധികൾ അല്ലേ? താരാട്ടുപാടി നൊന്ത് പ്രസവിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് വളർത്തി, താരാട്ടുപാടി ഞാൻ വളർത്തിയ എന്റെ പൊന്നു കുഞ്ഞ് എന്റെ കൂടെ പിച്ച വെച്ച് നടക്കാൻ പ്രായമായപ്പോൾ, കളിച്ചെന്റെ കൂടെ നടക്കാൻ പ്രായമായപ്പോൾ, ഞാൻ വിളിച്ചാൽ വിളി കേട്ട് വരാൻ, സന്തോഷത്തോടുകൂടി എന്റെ കൂടെ കളിക്കാനുള്ള പ്രായമായപ്പോൾ റബ്ബദാ പിടിച്ചു കൊണ്ടുപോകും. വേദനിപ്പിക്കുന്ന രംഗമാണ് അല്ലേ? വളരെ പ്രയാസപ്പെട്ട്, കഷ്ടപ്പെട്ട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ഞാനൊരു കച്ചവടം തുടങ്ങി. ആ കച്ചവടം അതാ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കോണിലൂടെ അതിന് നഷ്ടം സംഭവിക്കുന്നു. വേദനിപ്പിക്കുന്ന രംഗമാണ് അല്ലേ? ഈ ലോകത്തിന്റെ സൗന്ദര്യവും എന്റെ ജീവിതത്തിന്റെ മുഴുവൻ ആസ്വാദനവും എനിക്ക് നൽകിയ എന്റെ പവിത്രമായ, എന്റെ ശക്തമായ 2 കണ്ണുകൾ, ആ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് വേദനിക്കുന്ന രംഗമാണ് അല്ലേ? പക്ഷേ അള്ളാഹുവിന്റെ വിധി അതാണെങ്കിൽ, അത് നിന്നെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും അതിൽ ക്ഷമിക്കാൻ നിനക്ക് സാധിക്കണം. അതാണ് 3 ക്ഷമ. 1, അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ ക്ഷമ വേണം. 2, അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. 3, പടച്ച റബ്ബിന്റെ വേദനിക്കുന്ന ഖദറുകൾക്ക് മുമ്പിൽ, വിധികൾക്ക് മുമ്പിൽ
ക്ഷമിക്കാൻ നമുക്കാവണം. അവനാണ് മുസ്ലിം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആൻ ക്ഷമയെ ആദ്യമായി പരാമർശിക്കുന്നത് ജീവിതത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ടാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ക്ഷമയുണ്ടെങ്കിലേ വിജയമുണ്ടാകൂ. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഇസ്ബിറൂ, നിങ്ങൾ സബർ കാണിക്കണം. പോരാ, വസാബിറൂ, സാധാരണ സബറല്ല. സാബറ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ക്ഷമയാണ്. അത് വേണം. എങ്കിലാണ് അതിന്റെ അവസാനം പറയുന്നത് ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിലാണ് നിങ്ങൾക്ക് വിജയം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നമ്മെ പഠിപ്പിച്ചത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നാം മനസ്സിലാക്കണം, ഈ സബറിന്റെ വിരുദ്ധമായ മുഴുവൻ അവസ്ഥകളെയും അള്ളാഹു നിരോധിച്ചു. സബറിന്റെ നേരെ വിരുദ്ധമായ അവസ്ഥ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ അസ്വസ്ഥത, ബേജാറ്, ആവശ്യമില്ലാത്ത അസ്വസ്ഥതകൾ, ബേജാറുകൾ. അത് നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചു. അള്ളാന്റെ കൽപ്പന നിങ്ങൾ നോക്കൂ. സബർ പറഞ്ഞെടുത്ത് അത് നിരോധിച്ചുകൊണ്ട് പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി വലാ തസ്തഅജിൽ ലഹും. ഫസ്ബിർ, അങ്ങ് ക്ഷമിക്കണം. നബിയോടാ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ പറഞ്ഞു, ക്ഷമ കാണിക്കണം നബിയെ. എങ്ങനെ? കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി, പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ മനക്കരുത്തുള്ളവർ ക്ഷമിച്ചതുപോലെ അങ്ങ് ക്ഷമിച്ചേ മതിയാകൂ. എന്നിട്ട് ഇനി അടുത്ത് പറയണത് അതിന്റെ നേരെ വിപരീത, ചെയ്യരുതെന്ന് പറയാം. ഏതാ? വലാ തസ്തഅജിൽ ലഹും. നബിയെ, നിങ്ങൾക്ക് ധൃതി പാടില്ല, ധൃതി പാടില്ല. അത് ക്ഷമയുടെ നേരെ വിപരീതമാണ്. നിങ്ങൾക്ക് ധൃതി പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടം വന്നു. സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആരോട് പറഞ്ഞിട്ടും കേൾക്കണില്ല, അനുസരിക്കണില്ല. സ്വന്തം കുടുംബക്കാർ കേൾക്കണില്ല, അമ്മവന്മാര് കേട്ടില്ല, നാട്ടുകാർ കേട്ടില്ല, കൂടെ കളിച്ചവരും വളർന്നവരും കേട്ടില്ല, ആരും അനുസരിക്കണില്ല. നബിക്ക് ബേജാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചു പോയി, മക്കയിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടി തന്റെ ജീവൻ നശിപ്പിച്ചെങ്കിലോ എന്ന്. അവിടെയാണ് അള്ളാഹു റസൂലിനോട് പറയുന്നത്, ഫസ്ബിർ, പറ്റൂല, അങ്ങനെ നശിക്കാനുള്ളവനല്ല നീ. മുസ്ലിമായ മനുഷ്യൻ അങ്ങനെ നശിക്കാനുള്ളവനല്ല. അതെ, വിധികൾ ബേജാറാക്കുന്നതാണെങ്കിൽ, പേടിപ്പെടുത്തുന്നതാണെങ്കിൽ, തന്റെ ജീവിതത്തിലെ പലതും, താൻ കേൾക്കുന്ന പലതും തനിക്ക് ദുരനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണെങ്കിൽ അവയുടെ മുമ്പിൽ പതറിപ്പോകേണ്ടവനല്ല മുസ്ലിം. ഫസ്ബിർ. എങ്ങനെ? കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. അറിയാലോ നിങ്ങൾക്ക് ചരിത്രം. റസൂലുകളുടെ കൂട്ടത്തിലെ ഉലുൽ അസ്മുകൾ ആരാണ്? മനക്കരുത്തുള്ളവരാരായിരുന്നു? ഓരോരുത്തരുടെയും ചരിത്രം നമുക്കറിയാം. നൂഹ് അലൈഹിസ്സലാം മുതൽ എടുത്തു നോക്കൂ. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ, പ്രയാസങ്ങളുടെ തീച്ചൂളയിലൂടെ പുറത്തേക്ക് വന്നവർ. എന്നിട്ട് പറഞ്ഞു, വലാ തസ്തഅജിൽ ലഹും, അവര് നിന്റെ പ്രബോധനം സ്വീകരിച്ചില്ല എന്ന് വിചാരിച്ച് അസ്വസ്ഥത കാണിക്കേണ്ടവനല്ല നബിയെ താങ്കൾ. എന്റെ നേരെ വിപരീതം. നിരോധിച്ചു, പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്, എന്തെങ്കിലുമൊക്കെ കേട്ടാൽ ഭയങ്കരമായി ബേജാറായി, അല്ലേ? എന്തിനാണ് നമ്മൾ ബേജാറാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുസ്ലിമായ മനുഷ്യന്റെ കരുത്താണ് സബർ, ബേജാറാകേണ്ടവനല്ല അവൻ. അതാണ് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആന്റെ നിർദ്ദേശം മുഅ്മിനീകളോട്, വലാ തഹിനൂ വലാ തഹ്സനൂ, മുഅ്മിനേ, നീ ഒരിക്കലും ദുർബലനാകരുത് കേട്ടോ, നീ ഒരിക്കലും ദുഃഖിക്കുന്നവനാകരുത് കേട്ടോ. നമുക്ക് ദുഃഖിക്കാൻ സമയമുണ്ടോ? ദുർബലമാകാൻ സമയമുണ്ടോ? നമ്മൾ പറയണ്ടോ? നമ്മൾ ദുർബലമാകാൻ പാടില്ല, നമ്മൾ ദുഃഖിച്ചു പോകാൻ പാടില്ല. നമ്മൾ ദുഃഖിക്കേണ്ടവരല്ല, ദുർബലന്മാരായി ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല നാം. നമുക്കതിന് സമയമില്ല. പടച്ചറബ് നമ്മെ ഏൽപ്പിച്ച ബാധ്യതയുണ്ട്, ജോലിയുണ്ട്, പണിയുണ്ട്, അത് നിർവഹിച്ചോ. വലാ തഹിനൂ വലാ തഹ്സനൂ അൻതുമുൽ അലൗൻ. അല്ലേ? പാടില്ല. ക്ഷമ കെട്ടാ പിന്നെ മനുഷ്യനങ്ങനെ ദുർബലമാണ്. ക്ഷമല്ലാത്തവൻ ദുർബലമാണ്. അവന്റെ മനസ്സാ ബേജാർ, ഞാനൊന്നും ചെയ്യൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തേ? ദുർബലമായവൻ മൂലയിലിരുന്നു. മനസ്സൊക്കെ ഇങ്ങനെ. അത് നമുക്ക് പാടില്ല. നമ്മൾ വിശ്വാസികളാ, നമുക്കതൊരിക്കലും പാടില്ല. വലാ തഹിനൂ വലാ തഹ്സനൂ, ഖുർആന്റെ പരാമർശമാണ്.
2, മൂന്നാമത്തെ വിഷയം നാം മനസ്സിലാക്കണം. അല്ലാഹു തആല ക്ഷമിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ രൂപം ഇരട്ടിയാണ്. ഇരട്ടി. നിങ്ങൾ നോമ്പോറ്റാ നോമ്പിനുള്ള കൂലി കിട്ടും, സദഖ ചെയ്താ സദഖക്കുള്ള കൂലി കിട്ടും. എന്നാൽ കേട്ടോ, ഉലൈക യുതൗന അജ്റഹും മറത്തൈനി ബിമാ സബറു. 2 പ്രാവശ്യം കൂലി കൊടുക്കും. നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് നിസ്കരിച്ചതിന് 1 പ്രാവശ്യം കൂലി കിട്ടും. ക്ഷമിച്ചതിനോ ഉലൈക യുതൗന അജ്റഹും മറത്തൈൻ, 2 പ്രാവശ്യം. കാരണം ബിമാ സബറു, ഞാൻ പറഞ്ഞല്ലോ അത്ര ശക്തമാണ് ആ കർമ്മം. 2 പ്രാവശ്യം കൂലി കിട്ടുന്ന കർമ്മം. ഇനി നിങ്ങൾ നോക്കൂ, 4ാമത് മനസ്സിലാക്കിക്കോ, ഏതൊരു കർമ്മത്തിനും അല്ലാഹു പ്രതിഫലത്തിന്റെ തോതും കണക്കും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയെക്കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നത് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലം ബിഗൈരി ഹിസാബ്, അതിന് തോതില്ല, കണക്കില്ല. അല്ലേ, 70,000 എന്ന് പറഞ്ഞ് കൂലി കൊടുക്കലുണ്ട്, അതുമില്ല, കണക്കില്ലാത്ത പ്രതിഫലം. കാരണം എന്താ അറിയോ, ഈ ക്ഷമയുടെ പ്രതിഫലം നിശ്ചയിക്കുന്നത് ഓരോരുത്തരുടെയും മനസ്സിന്റെ സ്പന്ദനമാണ്, ഓരോരുത്തരുടെയും നാവിന്റെ വലിപ്പമാണ്, ഓരോരുത്തരുടെയും അവയവങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന അസഹിഷ്ണുതയുടെ അസ്വസ്ഥതയുടെ ഭാവങ്ങളാണ്. അതിനെ തോത് നിശ്ചയിക്കാൻ കഴിയും. അല്ലേ, ചില ആൾക്കാർ കണ്ടിട്ടില്ലേ? ഞാൻ 2-3 വെള്ളിയാഴ്ച മുമ്പ് നാദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഖുത്ബക്ക് പോയി. ഖുത്ബ കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഒരു കുട്ടിക്ക് നിങ്ങളെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ജുമാക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ചെന്ന് നോക്കി. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കിടക്കുക, നല്ല ചെറുപ്പക്കാരൻ. അപ്പം എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെ നാദാപുരത്ത് ഹുസൈൻ സലഫിയുടെ പ്രസംഗത്തിൻ്റെ വളണ്ടിയറിൻ്റെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ആളായിരുന്നു ഇവൻ. ഇപ്പോഴോ കിടക്കുകയാണ്. ഞാൻ തന്നെ ആകെ ബേജാറായിപ്പോയി. 2 കിഡ്നിയും നശിച്ചുപോയി. ആരും ബേജാറാവും അല്ലേ? കുട്ടിയുടെ ഒപ്പം ഇങ്ങനെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയോടുകൂടി ഉപ്പ പൊട്ടിക്കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിൽ, പൊട്ടിക്കരയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പ്രദേശത്തെ ദഅവത്ത് നടത്തുന്നതിന്റെ നേതാവാണ് ഒരു ചെറുപ്പക്കാരൻ, ഒരു 27-28 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ. 2 കിഡ്നിയും പോയി. ഞാൻ ആ കട്ടിൽ നിന്ന് കുട്ടിയെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. യാതൊരു കൂസലുമില്ല. നമ്മുടെ ഒന്നും ഒരു ആശ്വാസത്തിന്റെ വാക്കുകളും ആവശ്യമില്ലാത്ത വിധം എന്തുമാത്രം ശക്തി എന്ന് പറയാം, കരുത്ത്, ഭയങ്കര ശക്തി, കരുത്ത്, ഭയങ്കര ശക്തി. അവൻ പറഞ്ഞേ, എനിക്ക് യാതൊരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇനിയും ജീവിപ്പിക്കും. ഭയങ്കര ശക്തിയാണ്. ദുആ ചെയ്യും, നിങ്ങൾ ദുആ ചെയ്യും. നമ്മൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടെങ്കിൽ എന്തായിരുന്നാലും ഞാനിവിടെ ജീവിക്കേണ്ടത് പടച്ച റബ്ബിന് ആവശ്യമാണെങ്കിൽ അള്ളാഹു എന്നെ ജീവിപ്പിക്കും. ഒരു ശക്തി, വല്ലാത്ത ക്ഷമയല്ലേ. ഇന്ന് ആ നാട്ടുകാരനായ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, ആ കുട്ടിയെ തൃശ്ശൂരിലെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ആ കുട്ടിക്ക് മാച്ചാകുന്ന ഒരു കിഡ്നി കിട്ടിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ക്ഷമ ഒരു വല്ലാത്ത സംഭവമാണ്. നമ്മൾ അസ്വസ്ഥയാലോ, എനിക്ക് രോഗം വന്നു, 2 കിഡ്നിയും പോയാൽ ഞാനൊക്കെ ഇവിടെ കിടന്ന് ആകെ എനിക്ക് ആ കുട്ടിയുടെ ഒരു കരുത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സുഖമായിട്ട് മുമ്പൊരു ടൈപ്പ് റെക്കോർഡുണ്ട് കിടക്കണ കട്ടിലിൻ്റെ അടുത്ത്, അത് വെച്ച് ഇങ്ങനെ കേസറ്റ് കേൾക്കുക. അപ്പൊ സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കേണ്ട സംഗതി അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്ന പ്രതിഫലം ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലമാണ്. ബേജാറായാലോ ഒക്കെ പോകും, എല്ലാം പോകും. അതാണ് യഥാർത്ഥത്തിൽ വസ്തുത നാം മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞ വിഭാഗമാണ് ക്ഷമിക്കുന്നവർ, അല്ലേ? അല്ലാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞ വിഭാഗം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹ് കൂടെ ഉണ്ട് എന്ന് അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ചില വീട്ടിലൊക്കെ ഇങ്ങനെ എഴുതി തൂക്കിയിട്ടുണ്ടാവും, ചില്ലുള്ള കൂട്ടിലിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും, അങ്ങനെ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ടാവും. എന്താന്ന് മനസ്സിലായണോ വിഷയം? എന്താ വിഷയം? എന്താ ഫ്രെയിം ചെയ്ത് തൂക്കി വെച്ചത്? ഇന്നല്ലാഹ മഅസ്സാബിരീൻ. പക്ഷെ ഈ മനുഷ്യനായിരിക്കും ഏറ്റവും കൂടുതൽ സബറില്ലാത്തത്, അല്ലേ? ഒരു മുള്ള് കുത്തിയാൽ പോലും ക്ഷമിക്കാൻ സാധിക്കാത്ത മനുഷ്യന്മാരുണ്ട്.
എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ഓക്കെ അസ്വസ്ഥമായി ബേജാറായി ബഹളം വെച്ച് അള്ളാഹ് പഠിപ്പിക്കണ ഇന്നല്ലാഹ മഅ. എന്താ മഅ എന്ന് പറഞ്ഞാ കൂടെ ഉണ്ട് എന്നാ. അള്ളാഹു കൂടെയുണ്ട്. പേടിക്കണം. പിന്നെ പേടിക്കണ്ട വല്ല വിഷയം. അള്ളാഹ് കൂടെ ഉണ്ടെങ്കിൽ ആര് കൂടെ ഉണ്ടായിട്ട് എന്താ കാര്യം? പടച്ചവൻ കൂടെ ഉണ്ടായാൽ പിന്നെ അപ്പോൾ നമുക്ക് ക്ഷമിച്ചുകൂടെ? അള്ളാഹുവിന്റെ സാമീപ്യമാണ്. അള്ളാഹു കൂടെ ഉണ്ടാകുമെന്നാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് നമ്മെ പഠിപ്പിച്ചത്. ആറാമതായി നാം മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കുന്നവർക്ക് മാത്രം, വേറെ ആർക്കും അതില്ല. ഏതാ? അള്ളാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ പറഞ്ഞു. 1, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ. 2, അള്ളാഹുവിന്റെ റഹ്മത്ത്. 3, ഹിദായത്ത്. ഇത് 3ഉം ക്ഷമിക്കുന്ന ആളുകൾക്കുണ്ട്. വബശ്ശിരി സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുവരെ ഞങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത ഉണ്ട്. എന്താ ക്ഷമിക്കുന്നവരുടെ അടയാളം? എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഉടനെ പറയും എന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് അടയാളമാണ്. നമ്മൾക്കത് പറയാൻ കഴിയുണ്ടോ ഇല്ലേ? നമുക്കൊരു അബദ്ധം, ഒരു അപകടം വന്നു, ആപത്ത് വന്നു, നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ആപത്ത് കണ്ടു, അല്ലെങ്കിൽ അനുഭവിച്ചു, സ്വന്തം കുടുംബത്തിലുണ്ടായി, ജീവിതത്തിലുണ്ടായി, നമ്മൾ തലയിൽ കൈവച്ച് അയ്യോ ആർത്ത് വിളിക്കല്ല, കഷ്ടമേ നഷ്ടമേ എന്ന് പറഞ്ഞ് വിളിക്കുകയല്ല. മുസ്ലിമേ, ക്ഷമിക്കുന്നവരാണോ നീ എന്നതിനുള്ള അടയാളം നിന്റെ നാവിന്റെ തുമ്പത്ത് നിന്ന് വരട്ടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല, അല്ലാഹുവാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് അടുത്ത വാചകം കേട്ടോ, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. 3 കാര്യങ്ങൾ ക്ഷമിക്കുന്നവർക്ക്. ഏതാ? ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം. റബ്ബിൽ നിന്നുള്ള രക്ഷ അവർക്കുണ്ട്. രക്ഷകൾ, ഒരുപാട് രക്ഷകൾ. റബ്ബ് എങ്ങനെങ്കിലുമൊക്കെ അവനെ രക്ഷിക്കും, എങ്ങനെങ്കിലും രക്ഷിക്കും. വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കോ ജീവിതം. എന്തെങ്കിലും പ്രയാസങ്ങളുടെ മുമ്പിൽ ക്ഷമിച്ചു നിന്നാൽ. 2, വറഹ്മത്തുൻ, അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, കരുണയുണ്ട്. 3, വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് കിട്ടിയ വിഭാഗം. ആര്? ക്ഷമിച്ചവർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരായത്തിൽ അള്ളാഹ് പഠിപ്പിക്കുകയാണ് 3 സംഗതികൾ ഒരു പ്രവർത്തനത്തിന്. ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയുമില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ക്ഷമയെ അല്ലാഹു തആല മനസ്സിലാക്കേണ്ട കാര്യം 7ാമതായി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ക്ഷമയെ അല്ലാഹു തആല ഒരു ഉപകരണമാക്കിയേക്കാണ്. ഒരു സാധാരണ സംഗതിയല്ല. നിങ്ങൾ ക്ഷമിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞ അതല്ല. അള്ളാഹുവിന്റെ വാചകം വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. വസ്തഈനു, നിങ്ങൾ സഹായം അർത്ഥിക്കുക. എങ്ങനെ? ബിസ്സബ്രി, ക്ഷമ കൊണ്ട്. അപ്പൊ ക്ഷമ എന്നുള്ള എന്താ? സഹായം ചോദിക്കാനുള്ള ഒരായുധമാണ്. അപ്പോ ക്ഷമിക്കാത്തവൻ എന്തില്ല? സഹായമുണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കിക്കോ. 8ാമതായി മനസ്സിലാക്കിക്കോ, റബ്ബിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ ക്ഷമ വേണം. റബ്ബിന്റെ സഹായമല്ലാതെ കിട്ടുകയില്ല. ബലാ ഇൻ തസ്ബിറൂ വതത്തഖൂ വയഅതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംജിദുകും റബ്ബുകും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. മുഅ്മിനീങ്ങളെ ഓർമ്മിപ്പിച്ചതാ. ബദറിൽ നിൽക്കുമ്പോൾ ഓർമ്മിപ്പിച്ചതാ. ബദറിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഏറ്റവും കൂടുതൽ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ പേടിക്കേണ്ട സന്ദർഭമായിരുന്നു. എവിടെ? അറിയാലോ, ബദറിലെല്ലാവർക്കും ആ അവസ്ഥയും സാഹചര്യവും ഒക്കെ അറിയാലോ. സാമൂഹികമായ അവരുടെ അവസ്ഥ, കായികമായ അവസ്ഥ. അവിടുന്ന് പഠിച്ചോൻ പറയാണ് ഇവരോട്, എങ്ങനെ ഇത് മനസ്സിലായത്? ബലാ ഇൻ തസ്ബിറൂ, നിങ്ങൾ സബർ കാണിക്കുമോ എങ്കിൽ നിങ്ങൾക്ക് സഹായം കിട്ടില്ലേ? സബർ കൊണ്ട് സഹായം കിട്ടും. സബർ കൊണ്ടാ സഹായം കിട്ടിയത്. വിശ്വാസികൾ സബർ കാണിച്ചു പിടിച്ചു നിന്നു. ആയിരക്കണക്കിന് വരുന്ന ശക്തമായ വലിയ വലിയ കായികാഭ്യാസികളായ ആയുധധാരികളായ വലിയ സൈന്യത്തെ കണ്ടിട്ട് പേടിച്ച് വിറച്ച് വിരണ്ടോടാത്ത സമൂഹം. ബലാ ഇൻ തസ്ബിറു,
അവർക്കെന്ത് കിട്ടി? പടച്ചറബ് മലക്കുകൾ ഇറക്കി സഹായം ചെയ്തു കൊടുത്തു. നമുക്കും കിട്ടും. ഒരു സംശയവും. മലക്കുകളുടെ സഹായം നമുക്കും കിട്ടും. എവിടെ? ഈ രൂപത്തിൽ സബർ കാണിക്കുന്ന ഒരു വിഭാഗമാകാൻ നമുക്ക് സാധിച്ചാൽ. പക്ഷെ നമ്മൾ ഭയങ്കരമായി അസ്വസ്ഥമാകും. നമുക്ക് എവിടെ കിട്ടുക എന്നൊക്കെ ചോദിച്ചാൽ ആകെ ബഹളം വെച്ചല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചു, വഅലം അന്നൻ നസ്റ മഅസ്സബ്രി, മനസ്സിലാക്കിക്കോ മുഅ്മിനേ, അന്നൻ നസ്റ മഅസ്സബ്രി, സഹായം കിട്ടുക സബറോടുകൂടിയാണ്, ക്ഷമയോടുകൂടിയാണ്. ക്ഷമ ഉണ്ടെങ്കിലാണ് എന്ത് കിട്ടുക? സഹായം കിട്ടുക. മനസ്സിലാക്കിക്കോ. 9ാമതായി മനസ്സിലാക്കണം, ക്ഷമയാണ് യഥാർത്ഥത്തിൽ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന പരിച. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ നമുക്കറിയാലോ. നാടാകെ, ലോകമാകെ മുസ്ലിം സമുദായത്തിനെതിരെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ശത്രുതയുടെ ഫണം വിടർത്തി ചീറ്റുകയാ. നമ്മുടെ എന്താ ഉള്ളത്? നമ്മുടെ അടുത്തുള്ള സിന്ദാബാദ് അല്ലേ, മുദ്രാവാക്യം, പ്രകടനം, അവരെല്ലാം ഉണ്ടോ? വല്ലതുണ്ടോ? എൻപവർ എന്നാ പറയുന്നത്. എങ്ങനെ എൻപവർ? എങ്ങനെ എൻപവർ? എങ്ങനെ ഉണ്ടാവും? അള്ളാഹ് പഠിപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടാകാം? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ട് എങ്ങനെയാണ് എംപവർ? അതെങ്ങനെ? അള്ളാഹ് പറഞ്ഞു കേട്ടോ, ബലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിപ്പിച്ചു, വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുകും കൈദുഹും ഷൈആ. പഠിപ്പിച്ചു കൊടുക്കണം ഈ കുട്ടികൾക്ക്. ഇത് എന്താ പറയണത്? വഇൻ തസ്ബിറു, നിങ്ങൾക്ക് സബർ കാണിക്കാൻ സാധിക്കുമോ, വതത്തഖു, തഖ്വയുള്ളവരാകാൻ സാധിക്കുമോ എങ്കിൽ ലാ യദുറുകും കൈദുഹും ഷൈആ, ഈ മാതിരി ഓലപ്പാമ്പുകളുടെ ഒരു കുതന്ത്രവും നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യുകയില്ല. നമ്മൾ പേടിച്ചുപോയി. പേടിച്ചുപോയി. മറ്റവരഭ്യാസം കാണിച്ചപ്പോൾ നമ്മൾ പേടിച്ചുപോയി. മറ്റവരിങ്ങനെ ഒരു വടിവാളിങ്ങനെ ചുഴറ്റി പേടിച്ചുപോയി അല്ലേ? RSSകാരന്റെ റൂട്ട് മാർച്ച് കണ്ടപ്പോ പേടിച്ചിട്ടാണ് നമ്മുടെ ഭാഗത്തുള്ള കുട്ടികൾ എന്ത് വരാടാണിത്? ഒരു നാണമില്ലാത്ത സമൂഹം ആലോചിച്ച് നോക്കി. RSSകാരന് റൂട്ട് മാർച്ച് നടത്തുമ്പോ എന്ത് ഹറാമും ചെയ്യാ. നമുക്കൊരു പരിധിയില്ല കൂട്ടരെ, അല്ലേ? പറ്റുമോ? നമുക്കൊരു പരിധിയില്ലേ? അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അവർക്ക് ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ബാൻഡ് വേണം. അവര് പീപ്പിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? പീപ്പിളി വേണം. അവരെ കയ്യിൽ വടി ഉണ്ടെങ്കിൽ നമുക്കും വടി വേണം. അവര് ട്രൗസർ ഇട്ടിട്ടെങ്കിൽ നമ്മളും. പഠിപ്പിച്ചു തന്നു. അള്ളാഹ് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുകും കൈദുഹും ഷൈആ. എന്താ അറിയില്ലേ? ഒരു 500 ആൾക്കാർ ഒരു മോട്ടോർ സൈക്കിളിന് 4 കൊടിയും കുത്തി ഇങ്ങനെ ഞങ്ങൾ പോയാൽ ഇവരൊക്കെ പേടിച്ച് പിന്നെ മാളത്ത് പോകുമെന്ന് വിചാരിക്കാൻ മാത്രം ദുർബലരായല്ലോ നമ്മള്, അല്ലേ? നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, നമുക്ക് നഷ്ടപ്പെട്ടത് ഇതാണ്, അല്ലേ? അപ്പൊ നമുക്ക് ഇതിപ്പം ഇത് സാമൂഹികമായ മാത്രം പ്രതിഭാസമല്ല, വ്യക്തിപരമായി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരാളുടെയും കുതന്ത്രം നിങ്ങൾക്ക് യേശൂല എപ്പോൾ സബറും തഖ്വയുണ്ടെങ്കിൽ. അവന്റെ കുതന്ത്രം ചീറ്റിപ്പോകുന്നല്ലാതെ തന്ത്രം ചീറ്റിപ്പോകും. വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്ക്. വ്യക്തിപരമായ ജീവിതത്തിൽ പോലും വിശ്വാസമില്ലാത്ത മനുഷ്യന്മാർ നമുക്കെതിരെ ഇത്തരത്തിലുള്ള വല്ല കുതന്ത്രവും പ്രയോഗിച്ചാൽ ചീറ്റും. കാരണം റബ്ബ് പറയണെന്ത്? ഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുകും കൈദുഹും ഷൈആ. അതെ, അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ക്ഷമിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ സലാം പറയും എന്നാ. എവിടെ? സ്വർഗത്തിൽ വെച്ച്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. മലക്കുകളാ പറഞ്ഞു, സലാമുൻ അലൈക്കും ബിമാ സബർതും, അസ്വസ്ഥമാകാത്തത് കൊണ്ട്, ബേജാറാകാത്തത് കൊണ്ട്, ക്ഷമ അവലംബിച്ചത് കൊണ്ട് നിങ്ങൾക്കിതാ സലാമുണ്ടാകട്ടെ. മലക്കുകൾ സലാം പറയാണെന്ന് ഖുർആൻ പഠിപ്പിക്കണം. എന്തൊരു തരം പ്രത്യേകതകളാണ് ഈ ക്ഷമിക്കുന്ന ആളുകൾക്കുള്ളത് എന്നാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മുശ്രിക്കുകളായ അവിശ്വാസികളായ മനുഷ്യന്മാരോട് പകരം വീട്ടാൻ സന്ദർഭം കിട്ടിയപ്പോൾ
റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചത് നിങ്ങൾ പകരം വീട്ടുന്നതിനേക്കാൾ എത്രയോ മഹോന്നതമാണ് നിങ്ങൾ ക്ഷമിക്കുക എന്നത്. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് എന്താ വിഷയം? നമ്മളെ ഉപദ്രവിച്ച ഒരാൾ ഭയങ്കരമായി ഉപദ്രവിച്ച്, നമ്മളന്ന് ദുർബലരായിരുന്നു, പിന്നെ നമുക്ക് ശക്തി ഉണ്ടായി. എന്നിട്ടോ ഉപദ്രവിച്ചവൻ നമ്മുടെ കീഴിൽ വന്നു, താഴെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ രക്തം ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ തിളക്കുകയാണല്ലോ രക്തം. എന്തായാലും തിളക്കും. പകരം ചെയ്യാം, അല്ലേ? ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്ത് പകരം ചെയ്യാം. പക്ഷേ വഇൻ ആഖബതും ഫആഖിബൂ ബിമിസ്ലി മാ ഊഖിബ്തും ബി, നിങ്ങൾ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ അവരിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചത് അപ്രകാരമല്ലാതെ നിങ്ങൾ ശിക്ഷിക്കരുത്. ആ അളവിന്റെ ഒരു പരിധി, ഒരു സെന്റിഗ്രേഡ് പോലും മുമ്പിലേക്ക് പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? അയാൾ നിങ്ങളെ മുഖത്ത് 4 പ്രാവശ്യം അടിച്ചാണെങ്കിൽ 4 പ്രാവശ്യം നിങ്ങൾ എന്താക്കിക്കോ, അടിച്ചോ. അയാൾ കുത്തി നിങ്ങളുടെ ഒരു കണ്ണ് കുത്തി പൊട്ടിച്ചെങ്കിൽ നിങ്ങളും കുത്തിക്കോ, ഒരു കണ്ണ് പൊട്ടുന്നേ വരെ കുത്തിക്കോ. പക്ഷേ എന്നിട്ടും അല്ലാഹു പറഞ്ഞ എന്താ അറിയോ? വലഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. അതുപോലും നിങ്ങൾ ചെയ്യാതെ, നിങ്ങൾക്ക് കരുത്ത് കിട്ടി, ശക്തി കിട്ടി, എന്നിട്ടും അത് ചെയ്യാതെ വലഇൻ സബർതും, നിങ്ങൾക്ക് സബർ അവലംബിക്കാൻ സാധിക്കുമോ? എന്നാൽ ലഹുവ ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമം, ലിസ്സാബിരീൻ, ക്ഷമിക്കുക. നമുക്കെതിരെ ഒരാൾ കള്ളക്കേസ് കൊടുത്ത്, അല്ലേ? കേസ് കൊടുത്തിട്ട് നമ്മളെന്താക്കി? കോടതി കയറേണ്ടി വന്നു. സ്വാഭാവികമാണ്. കേസ് കള്ളക്കേസാണോ അല്ലേ എന്നൊക്കെ കോടതിയിലാണല്ലോ തെളിവ്. ശരി, തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കേസിൽ നമ്മൾ ജയിച്ചു, ഓൻ തോറ്റു, കേസ് കൊടുത്തു തോറ്റു, നമ്മൾ ജയിച്ചു. നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാം, തിരിച്ചൊരു കേസ് കൊടുത്ത് ഓനെ എന്താക്കാം, ഒന്ന് ശരിയാക്കാം. പക്ഷേ മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലഇൻ സബർതും, നിങ്ങൾക്ക് സാധിക്കുമോ? അത് ഉന്നതമായ സ്ഥാനമാണ്. വലഇൻ സബർതും ഫഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, സബറിന് അള്ളാഹു പറയുന്ന പ്രതിഫലത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്ന്. ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞു, കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനി കേട്ടോ, ഇല്ലല്ലദീന സബറൂ വഅമിലുസ് സാലിഹാതി ഉലൈക ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. ക്ഷമിക്കുകയും ആ ക്ഷമയുടെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ലഹും, അവർക്കുണ്ട്, മഗ്ഫിറതുൻ, ഒന്നാമത്തെ കൂലി. എന്താ? പാപമോചനം. ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമ്മൾ തിരിച്ചടിച്ചില്ല, നമുക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ചോദിക്കാലോ, എന്റെ അഭിമാനം നശിച്ചു പോയില്ലേ, ഞാൻ സമൂഹത്തിന് മുമ്പിൽ അപമാനിതനായില്ലേ? ഇല്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അള്ളാന്റെ അടുത്ത് എന്തുണ്ട്? ലഹും മഗ്ഫിറത്തുൻ, 1. 2 വഅജ്റുൻ കബീർ, മഹാപ്രതിഫലം, വലിയ പ്രതിഫലം, വലിയ കൂലി, ആർക്കും നിശ്ചയിക്കാൻ പറ്റാത്ത വലിയ കൂലി. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇതിന്റെ പ്രാധാന്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ക്ഷമിക്കുക എന്നത് അവന്റെ മനസ്സിന്റെ കരുത്തിന്റെ ലക്ഷണമായി പറഞ്ഞു. മനസ്സിന് കരുത്തുണ്ടോ എന്നറിയാൻ എന്താ? ക്ഷമിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിന്റെ കരുത്ത് പരിശോധിച്ചത്. ആ രൂപത്തിലാണ് അല്ലാഹു അതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ആരെങ്കിലും ക്ഷമിക്കുകയാണെങ്കിൽ, പൊറുക്കുകയാണെങ്കിൽ, ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും കരുത്തിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, മനക്കരുത്തിന്റെ കാര്യത്തിൽപ്പെട്ടതാണത്. നോക്കൂ നിങ്ങൾ, ആ ഒരവസ്ഥ, ക്ഷമിക്കുക. പ്രയാസങ്ങൾ വരും, ക്ഷമിക്കുക. ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി. ഇതൊക്കെ നമുക്ക് അറിയുന്ന വിഷയമാണ്. നമ്മുടെ വിഷയം നോക്കൂ. വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എന്റെ പൊന്നുമോനെ, വസ്ബിർ അലാ മാ അസാബക്, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതിൽ നീ ക്ഷമിച്ചോ. എന്നാലോ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ,
അതാണ് വിഷയങ്ങളിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും കരുത്തുള്ളത്. നമുക്ക് കഴിയണം. സംഭവിച്ചതിനെ കുറിച്ച് ബേജാറായി കരഞ്ഞ് ബഹളം വെച്ച് ഒരു കാര്യമില്ല. വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് സംഭവിച്ചതിനെ കുറിച്ച് നീ ക്ഷമിക്കണം, അതാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുമെന്ന് പറഞ്ഞത് ഇത്തരത്തിൽ ക്ഷമിക്കുന്ന വിഭാഗത്തിനാണ്. വതമ്മത് കലിമതു റബ്ബിക്കൽ ഹുസ്നാ അലാ ബനി ഇസ്രായീല ബിമാ സബറു വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔന വഖൗമഹു വമാ കാനൂ യഅരിഷൂൻ. ബനു ഇസ്രായേലിനോട് പറഞ്ഞു, വതമ്മത് കലിമതു റബ്ബിക്കൽ ഹുസ്നാ അലാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികൾക്ക് നിന്റെ റബ്ബിന്റെ യഥാർത്ഥത്തിലുള്ള വാക്ക് അവരുടെ മേൽ പൂർണ്ണമായി. അവർക്ക് വിജയമുണ്ടായി. അവർക്ക് വിജയമുണ്ടാകാനുള്ള കാരണം ബിമാ സബറു, അവർ ക്ഷമിച്ചത് കൊണ്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔൻ, ഇസ്രായേൽ സന്തതികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഫിർഔനിനെ നാം നശിപ്പിച്ചു. വഖൗമഹു, അവന്റെ ജനതയെയും. വമാ കാനൂ യഅരിഷൂൻ, അവർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ സകലത്തിനെയും നാം നശിപ്പിച്ചു. എങ്ങനെ വിജയിച്ചത്? എങ്ങനെ വിജയിച്ചു? ക്ഷമ കൊണ്ടല്ലേ. ബിമാ സബറു എന്ന് അള്ളാഹ് എടുത്തു പറയാണ്. ബനു ഇസ്രായേൽക്കാരുടെ ക്ഷമയുടെ കാരണമായാണ് റബ്ബ് ഫറോവയിൽ നിന്നും അവന്റെ കിങ്കരന്മാരിൽ നിന്നും അവരെ രക്ഷിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വിജയം കിട്ടുക ക്ഷമയിലൂടെ മാത്രമാകുന്നു എന്ന് നാം മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു ക്ഷമ ഉള്ള ആളുകളെ അള്ളാഹു സ്നേഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു അള്ളാഹ് കൂടെയുണ്ട്. ഇവിടെ പറയുന്നത് അള്ളാഹു സ്നേഹിക്കും. എന്താണ് ആ വാചകം? അള്ളാഹു സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ وكأي من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. അള്ളാഹ് പഠിപ്പിക്കുന്നു, എത്രയെത്ര നബിമാരാണ് ഖാതല മഅഹു റിബ്ബിയൂന കസീർ, അനേകം അള്ളാഹുവിന്റെ ദാസന്മാർ അവരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തു. ഫമാ വഹനു, അവർ ഒരിക്കലും തളർന്നില്ല. ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത കാരണത്താൽ, പ്രവർത്തിച്ച കാരണത്താൽ അവർക്ക് ആപത്ത് സംഭവിച്ചപ്പോൾ, നഷ്ടം സംഭവിച്ചപ്പോൾ, ശാരീരികമായ നഷ്ടമുണ്ടായി, സാമ്പത്തികമായ നഷ്ടമുണ്ടായി, മാനസികമായ നഷ്ടമുണ്ടായി, പക്ഷേ അവർ തളർന്നില്ല. നമ്മളോ? നമുക്ക് എന്താ സംഭവിക്കുക? അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെട്ടാൽ നമുക്ക് ചില സുഹൃത്തുക്കളെ നഷ്ടപ്പെടും, നമ്മൾ തളർന്നു പോവും. ഓ, എൻ്റെ ആ ഫ്രണ്ട്ഷിപ്പൊക്കെ പോയി എന്ന് പറയും അല്ലേ? ചിലപ്പോൾ കുറച്ച് സാമ്പത്തിക നഷ്ടം വരും. കാരണം എന്താ? ആർക്കെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോഴോ ഓ മഹാനഷ്ടം വന്നു എന്ന് പറയും. അള്ളാഹ് പഠിപ്പിക്കുകയാണ് എന്താണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന സമൂഹത്തിന്റെ കഥ. ഫമാ വഹനു ലിമാ അസാബഹും ഫീ സബീലില്ലാഹ്, ദൈവമാർഗത്തിൽ പ്രവർത്തിച്ചതിന്റെ കാരണമായി കൈ നഷ്ടപ്പെട്ടവർ, കാല് നഷ്ടപ്പെട്ടവർ, തല നഷ്ടപ്പെട്ടവർ, ജീവൻ നഷ്ടപ്പെട്ടവർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ ഈർച്ചവാളുകൊണ്ട് ജീവനോടുകൂടി നെടുകെ ഈർന്ന് മുറച്ചവർ, പക്ഷേ അവര് തളർന്നില്ലെന്ന് മാത്രമല്ല, വമാ ദഅഫു, അവർ ദൗർബല്യം കാണിച്ചില്ല. വമസ്തകാനു, അവർ ഒതുങ്ങിക്കൊടുത്തില്ല. എന്നിട്ട് അള്ളാഹ് പറയാം, അതൊക്കെ പറഞ്ഞിട്ട് വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. ഇപ്പൊ മനസ്സിലായി എനിക്ക് സബർ ഏതാണ്? നമുക്ക് ക്ഷമ എന്ന് പറയാൻ എളുപ്പമുണ്ട്. ഏതാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നാൽ, തന്റെ വല്ലതും നശിച്ചു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ, ആൾക്കാർ പറയും തന്റെ അഭിമാനം നഷ്ടപ്പെട്ടു. എന്തേ? ഇതിൽ പ്രവർത്തിച്ചതുകൊണ്ട് അഭിമാനം നഷ്ടപ്പെട്ടു. ഈ നാട്ടുകാരുടെ ഇടയിലുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിലൂടെ പഠിപ്പിക്കുന്നത് എന്താ? അങ്ങനെയുള്ള നഷ്ടം വന്നാൽ നിങ്ങൾക്ക് ക്ഷമിക്കാനായാൽ വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, അത്തരം ക്ഷമിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും. അല്ലാഹുവിന്റെ ഇഷ്ടമാണോ? ഈ ക്ഷമ നമുക്കുണ്ടാകണം. അതാണ് വേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഖാറൂൻ എന്ന് പറഞ്ഞൊരു മുതലാളി ഉണ്ടായിരുന്നു. കാലു ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാലോ.
ഈ മുതലാളിയുടെ ഭാവം എന്താണെന്നോ, ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി. ഒരു ദിവസം ഈ ഖാറൂൻ മുതലാളിയതാ അവന്റെ സർവ്വവിധ ആഡംബര ഭാവങ്ങളോടുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴോ നമ്മളെ കൂട്ടത്തിൽ ഒരു നല്ല മുതലാളി ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക? ഖാറൂൻ മുതലാളിയെ കണ്ടപ്പോ ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ പറഞ്ഞുപോയി, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഔ, ഖാറൂനുള്ള സ്വത്ത് മാതിരി ഞമ്മക്കുണ്ടെങ്കിൽ എത്ര നന്നായിനി. ഞമ്മക്കൊക്കെ ചിലപ്പോ തോന്നലില്ലേ? തോന്നാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹ് പഠിപ്പിക്കുന്നത് എന്താ? ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ. അവന്റെ സ്വത്ത് കണ്ടിട്ട്, അവന്റെ സ്വാധീനം കണ്ടിട്ട്, അവന്റെ ശക്തി കണ്ടിട്ട്, അവന്റെ വൈഭവം കണ്ടിട്ട് അവനെ പോലെ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞവൻ റബ്ബ് പഠിപ്പിക്കുന്നു. ഈ മനുഷ്യന്മാര് പറഞ്ഞു രണ്ടാമത്തെ വാചകം, ഇന്നഹു ലദൂ ഹള്ളിൻ അളീം. ഔ, ഈ ഖാറൂൻ മഹാഭാഗ്യവാൻ തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ പറയണ വാചകം അവന്റെ ഒരാളിങ്ങനെ ഭയങ്കരമായ പോകണ നമ്മൾ പറയും, ഓ മഹാഭാഗ്യവാൻ അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത്. ഇവർക്കറിയോ? ഈ കരക്കത്ത് നിന്ന് പറയണോനറിയോ അവന്റെ കഥ എന്താ? പുറത്തു നിന്ന് നമുക്ക് കരക്കത്ത് നിന്ന് ഇങ്ങനെ പറയാ, ഇന്നഹു ലദൂ ഹള്ളിൻ അളീം. ആ സമയത്ത് കേൾക്കണം, വഖാലല്ലദീന ഊതുൽ ഇൽമ. വിജ്ഞാനം ലഭിക്കപ്പെട്ടവർ പറഞ്ഞു, വേദഗ്രന്ഥം ലഭിക്കപ്പെട്ടവർ, ഖുർആൻ വായിച്ചവർ, ദീന് മനസ്സിലാക്കിയവർ പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം. ഓനെ കണ്ടപ്പോത്തിന് ഓ മഹാഭാഗ്യവാൻ എന്ന് പറയുന്ന കൂട്ടരെ, നിങ്ങൾക്ക് നാശം. കാരണം എന്താണ്? സവാബുല്ലാഹി ഖൈറുൻ, സവാബുല്ലാഹി ഖൈറുൻ. ഖാറൂൻ മുതലാളിയുടെ ഭൗതികമായ സമ്പത്തിന്റെ ഗാംഭീര്യമല്ല കൂട്ടരെ, സവാബുല്ലാഹി ഖൈറുൻ, അല്ലാഹുവിന്റെ പ്രതിഫലമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ലിമൻ ആമന വഅമില സാലിഹാ, വിശ്വസിക്കുകയും ആ വിശ്വാസമനുസരിച്ച് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അതാണ് ഉത്തമം. റബ്ബിന്റെ പ്രതിഫലമാണ് ഉത്തമം. എന്നിട്ട് അല്ലാഹു ഒരു വാചകം പറഞ്ഞത് കേട്ടോ, വലാ യുലഖാഹാ ഇല്ലസ്സാബിറൂൻ. നമുക്കിത് കിട്ടൂലല്ലോ അല്ലേ? നമുക്കിത് പറയാൻ കഴിയില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഈ മറുപടി പറയാൻ കഴിയോ? കഴിയില്ല. കാരണം എന്താ? അല്ലാഹു പറയുന്നു, വലാ യുലഖാഹാ ഇല്ലസ്സാബിറൂൻ. റബ്ബിന്റെ പക്കലുള്ള ഈ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് സബറുള്ളവർക്ക് മാത്രമേ കിട്ടൂ. ഈ മറുപടി പറയാനുള്ള മനസ്സുണ്ടല്ലോ, അത് സബറിന്റെ ആളുകൾക്ക് മാത്രമേ കിട്ടൂ. സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ദുനിയാവ് കണ്ടിട്ട് ആരും അസ്വസ്ഥമാകണ്ട, ബേജാറാകണ്ട, ക്ഷമ ഇല്ലാതാകണ്ട. മനുഷ്യന്മാരുടെ ക്ഷമ പോണ നേരം ഏറ്റവും വലുത് ഇതാണല്ലോ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പഠിപ്പിച്ചത്, വലാ യുലഖാഹാ ഇല്ലസ്സാബിറൂൻ. അത് ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടൂ. ഖുർആനിലൊരു സ്വഭാവം പറഞ്ഞു, വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവം എന്താ? ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. നന്മയും തിന്മയും സമമല്ല. നിങ്ങളോടൊരാൾ തിന്മ ചെയ്താൽ തിരിച്ച് നിങ്ങൾ നന്മ ചെയ്യണം. ഖുർആന്റെ പരാമർശത. എന്നാൽ ശത്രുതയുള്ളവർക്കിടയിൽ സ്നേഹബന്ധമുണ്ടാകും. അത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. ഈ ഒരു സ്വഭാവത്തിന്റെ ഉടമ ആകാൻ ആർക്കേ കഴിയൂ? ഇല്ലല്ലദീന സബറു, ക്ഷമയുള്ളവർക്കേ കഴിയൂ. നമുക്ക് കഴിയില്ലല്ലോ. കഴിയൂ? കഴിയില്ല. മൂപ്പര് ചീത്ത പറഞ്ഞുകൊണ്ട് നമ്മളും ചീത്ത പറയാന്നാ തീരുമാനിച്ച്. മൂപ്പര് എന്റെ ഉപ്പനെ വിളിച്ചപ്പോ ഞാനും എന്ത് ചെയ്തു? ഉപ്പനെ വിളിച്ച്. അങ്ങനെ പറ്റൂല. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഖാറൂൻ മുതലാളിയെ കുറിച്ച് ആ നാട്ടിലെ കുഫാറുകൾ ഉപയോഗിച്ച പദം അല്ലാഹു ഇവിടെ ഉപയോഗിക്കുന്നു. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. മഹാഭാഗ്യം ചെയ്തവർക്കേ, മഹാഭാഗ്യം സിദ്ധിച്ചവർക്കേ ഇതിന് സാധ്യമാകൂ. ഏതാ മഹാഭാഗ്യം? ക്ഷമിക്കാൻ സാധിച്ചു എന്നതാ, അല്ലേ? സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, കറിയിൽ ഉപ്പേറിയാൽ ക്ഷമയില്ലാത്ത കൂട്ടരാ നമ്മള്, അല്ലേ? ബാക്കിയൊക്കെ പിന്നല്ലേ.
കറിയിൽ ഉപ്പേറിയാൽ ക്ഷമല്ല. പത്തിരി ഇങ്ങനെ കുഴക്കുമ്പോൾ ആ പത്തിരിൻ്റെ ഉള്ളിൽ ചെറിയൊരു മുടിന്റെ കഷ്ണം, തീർന്ന് ക്ഷമ അല്ലേ? അള്ളാഹ് പറയണത് വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു. നിങ്ങൾ ആലോചിക്കുക സഹോദരന്മാരെ, എത്രയാണ് നമ്മൾ മാറേണ്ടത് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. എത്ര മാറണം എന്ന് ഇനി നിങ്ങൾക്ക് സാധിക്കണം. ചിലപ്പോൾ നമുക്കൊക്കെ തോന്നാറുള്ളൊരു സംശയമുണ്ട്. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ മഹാഗ്രന്ഥമാണല്ലോ അല്ലേ? നമ്മളതിൻ്റെ വൈഭവത്തെക്കുറിച്ചും അതിലുള്ള മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അതിലുള്ള ശാസ്ത്രീയ സൂചനകളെക്കുറിച്ചും മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ മഹാഗ്രന്ഥമാണ് അല്ലേ? പക്ഷേ എന്തില്ല, നമുക്കിത് മനസ്സിലാവില്ല അല്ലേ? എന്താ കാര്യം? അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തവും നമുക്ക് മനസ്സിലാവില്ല. അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഖുർആനിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. എന്താ കാരണം എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി പഠിപ്പിച്ചു. എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ ഉപകാരപ്പെടുക ആർക്ക് മാത്രമായിരിക്കും? റബ്ബ് സുബ്ഹാനഹു വ തആല അത് വളരെ ഒരുപാട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂരി വദക്കിർഹും ബിഅയ്യാമില്ലാഹ്. മൂസാ നബി അയച്ചു, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുമായാണ് അയച്ചത് ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. എന്നിട്ട് അവരോട് പറഞ്ഞു വദക്കിർഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹു അനുഗ്രഹം നൽകിയ നാളുകൾ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഓൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല, മനസ്സിലായില്ല. അല്ലാഹു പറഞ്ഞു എന്താ കാര്യം? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ. ആ ആയത്തുകൾ ബോധ്യമാവുക, അതിലായത്തുകളുണ്ട് എന്ന് ബോധ്യമാവുക. ലികുല്ലി സബ്ബാർ. സബ്ബാർ എന്ന് പറഞ്ഞാൽ സാബിർ എന്നുള്ളതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് എന്ത്? സബ്ബാർ. സാബിർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നവൻ, സബ്ബാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്ഷമിക്കുന്നവൻ. അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്ന് വല്ലതും ബോധ്യമാകണമെങ്കിൽ അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടി ഇരുന്ന് മനസ്സിലാക്കി മനസ്സിലിരുത്തി അതിനെക്കുറിച്ച് ഗ്രഹിച്ച് പഠിച്ചെങ്കിലേ എന്താവുള്ളൂ? ബോധ്യമാവൂ. ഒരു ക്ലാസ് കേൾക്കാൻ ക്ഷമയില്ലാത്തവരല്ലേ നമ്മള് അല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഒരു ക്ലാസ് കേൾക്കാൻ ക്ഷമല്ല നമുക്ക്. പിന്നെ പടച്ചോന്റെ ആയത്ത് ആലോചിക്കാൻ സമയവിടെ, ക്ഷമിക്കാൻ എവിടെ സമയം? ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല അത് പറഞ്ഞു. സൂറത്തുൽ ലുഖ്മാനിൽ അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിനിഅമതില്ലാഹി ലിയുരിയകും മിൻ ആയാതിഹി. കപ്പലിനെ കുറിച്ചാ പറഞ്ഞു. നോക്കി നിങ്ങൾ, കപ്പൽ ഇങ്ങനെ പോണ നിങ്ങൾ കണ്ടിട്ടില്ലേ സമുദ്രത്തിലൂടെ? എന്താണ് അതൊരു മഹാ അത്ഭുതമല്ലേ? അത് അള്ളാന്റെ ആയത്തുങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. അതേ പദം, അങ്ങേറ്റത്തെ ക്ഷമ വേണം. കപ്പൽ എന്താന്ന് മനസ്സിലാക്കാനുള്ള ക്ഷമ ഉണ്ട് നമുക്ക്? ഇല്ലല്ലോ. അത് അങ്ങേറ്റത്തെ ക്ഷമ വേണം. അള്ളാഹുവിന്റെ ആയത്തുകൾ കാണണമെങ്കിൽ അങ്ങേറ്റത്തെ ക്ഷമ വേണം. സത്യവിശ്വാസം സ്വീകരിച്ചതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം സ്വർഗപ്രവേശനമാണ്. ആ ലക്ഷ്യത്തിനു വേണ്ടി ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ടവരാണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്. നരകത്തെക്കുറിച്ച് നേരെ തിരിച്ചും പറഞ്ഞു, ഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്. സ്വർഗം ഒരുപാട് വെറുപ്പ് പിടിച്ച കാര്യങ്ങളെ കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. സ്വർഗത്തിന് ചുറ്റുമുള്ളത് ഒരുപാട് വെറുപ്പ് പിടിച്ച കാര്യങ്ങളാണ്. നരകമാകട്ടെ ഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. നരകത്തിന് ചുറ്റുമുള്ളത് നമ്മുടെ ഇച്ഛക്ക്, ഇംഗിതത്തിന്, മനസ്സിന് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളാണ് നരകത്തിന്റെ ചുറ്റുമുള്ളത്. അപ്പൊ സ്വർഗപ്രവേശനം എന്നതിന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഒരുപാട് പ്രയാസങ്ങളുള്ള ഒന്നിന്റെ നടുക്കാണ് സ്വർഗമെങ്കിൽ, മധ്യത്തിലാണ് സ്വർഗമെങ്കിൽ, ആ പ്രയാസങ്ങൾ സഹിക്കാനുള്ള ക്ഷമയില്ലാതെ നമുക്കൊരിക്കലും ആ സ്വർഗം പ്രാപിക്കാൻ സാധ്യമല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ് അലിംന
അന്നഹു ലാ തുരീഖ ലിൽ ജന്നതി ഇല്ലാ അബ്റൽ മകാരിഹ്. ഈ വാക്കിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ലാ തുരീഖ ലിൽ ജന്നതി ഇല്ലാ അബ്റൽ മകാരിഹ്, സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗം പ്രയാസങ്ങൾ മുറിച്ചു കടക്കുക എന്നതാണ്. കാരണം ലിഅന്നഹു ഖാല ഹുഫത്ത്, കാരണം റസൂലുള്ളാഹി പറഞ്ഞ പദം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുഫത്ത് എന്നാണ്, വലയം ചെയ്തിരിക്കുന്നു. അപ്പൊ ആ പ്രയാസങ്ങളെ മുറിച്ചു കടന്നെങ്കിലേ അപ്പുറത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഹുഫത്ത് മിൻ ജമീഇൽ ജിഹാദ്, മുഴുവൻ ഭാഗങ്ങളിലും, സ്വർഗത്തിന്റെ ചുറ്റുഭാഗവും. അതുകൊണ്ട് ഫഇദാ മാ റകിബ്തൽ മകാരിഹ് ലാ തദ്ഖുലുൽ ജന്ന, അതുകൊണ്ട് ഈ പ്രയാസങ്ങളെ സഹിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. എന്താണ് മക്കാരിഹ് എന്ന് പറഞ്ഞാൽ? വൽ മക്കാരിഹു ഹിയ മാ തക്റഹുഹു നഫ്സ്, മനസ്സിന് വെറുപ്പുള്ളതാണ് എന്ത്? മക്കാരിഹ്, ഇഷ്ടമില്ല, വെറുപ്പുള്ള കാര്യം. മിനൽ മുജാഹദത്തിൽ ലാസിമ ലി അദാഇൽ ഇബാദാത്ത്, ഇബാദത്തുകൾ നിർവഹിക്കാൻ ആവശ്യമായ കഠിനമായ മുജാഹദത്ത്, കഠിനമായ പ്രയത്നം, കഠിനമായ പിടിച്ചു നിൽക്കൽ. ഉദാഹരണം സലാത്തുൽ ഫജ്ർ, അത് നിർവഹിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ആ പ്രയാസത്തിന്റെ നടുവിലാണ് സ്വർഗം. ഭയങ്കര തണുപ്പുള്ള ദിവസം വുദു ചെയ്യുക പ്രയാസമാണ്. ആ പ്രയാസത്തിന് നടുവിലാണ് സ്വർഗം. ബുദ്ധിമുട്ടുകൾ, ആപത്തുകൾ വരുമ്പോൾ ക്ഷമിച്ചു നിൽക്കുക പ്രയാസമാണ്, പക്ഷെ ആ പ്രയാസങ്ങൾക്ക് നടുവിലാണ് സ്വർഗം. ജിഹാദ് കഠിനമായ പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ ആ പ്രയാസത്തിന് നടുവിലാണെന്ത്? സ്വർഗം. അതുകൊണ്ട് സ്വർഗം വലാ ഫലാ യുംകിനു ദുഖൂലൽ ജന്ന ഇല്ലാ ബിഖ്തിറാഖിൽ മകാരിഹ്, ഈ വെറുപ്പുള്ള, പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ മുറിച്ചു കടക്കാതെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. എന്നാൽ വലാ യുംകിനു ഇഖ്തിറാഖുഹാ ഇല്ലാ ബിസ്സബ്ർ, ഇത് മുറിച്ചു കടക്കാനോ കഠിനമായ ക്ഷമ വേണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്. ആ ക്ഷമ നമുക്കില്ലാതാകുമ്പോൾ നാം പരാജയപ്പെട്ടു, നമുക്ക് സാധിക്കില്ല. നല്ല സുഖമുള്ള തണുപ്പുള്ള റൂം, നന്നായി ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഉറക്കം, നല്ല സ്വപ്നം കണ്ടുള്ള ഉറക്കം, രാവിലെ ഡ്യൂട്ടിക്ക് പോകാനില്ല, ഫജ്റിന്റെ വിളി കേൾക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. തിരിച്ച് നരകത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? ഹുഫത്ത് ബിശ്ശഹവാത്ത്, ഷഹവാത്തുകളാണ്, ഇച്ഛകളാണ്, എന്റെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നരകത്തിന് ചുറ്റുമുള്ളത്. ആ നരകത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നരകത്തിന് ചുറ്റുമുള്ളത് എന്നതുകൊണ്ട് തന്നെ വലാ യുംകിനു മൻഉൻ നഫ്സി മിനദ് ദുഖൂലി ഫിന്നാർ ഇല്ലാ ഇദാ സബർ, അവിടെയും എന്ത് വേണം? ക്ഷമ വേണം. കാരണം ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് മനസ്സ് ചാഞ്ഞു പോകും, ആഗ്രഹിച്ചു പോകും. ആ ആഗ്രഹിച്ചു പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ക്ഷമ വേണം. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ക്ഷമ വേണം, നരകത്തിൽ പ്രവേശിക്കാതിരിക്കണമെങ്കിലും എന്ത് വേണം? ക്ഷമ വേണം. അതാണ് മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട യഥാർത്ഥത്തിലുള്ള ക്ഷമ. ശരി സഹോദര, എല്ലാറ്റിനും ഹുക്മ് പഠിച്ചവരാണ് നാം. നമസ്കാരത്തിന്റെ ഹുക്മെന്ത്, വിധി എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അതെന്താ? ഫർളാണ് അല്ലെ, വാജിബാണ്. സക്കാത്തിന്റെ ഹുക്മെന്താ? വാജിബാണ്. ശരി, ഈ ക്ഷമ ഉണ്ടല്ലോ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ ക്ഷമ, നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ആവശ്യമായ ക്ഷമ, ഈ ക്ഷമയുടെ ഹുക്മെന്താ? പണ്ഡിതന്മാർ പറയുന്നു അസ്ലു സബ്രി വാജിബുൻ. ഈ ക്ഷമയുടെ ഹുക്മെന്താ, വിധി എന്താ? വാജിബാണ് എന്നാണ്, നിർബന്ധമാണ് എന്നാണ്. അതുകൊണ്ടാണ് ക്ഷമയെ കൂട്ടി പറഞ്ഞത് എന്തിന്റെ കൂടെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ. സ്വലയുടെ കൂടെയാണ്, നമസ്കാരത്തിന്റെ കൂടെയാണ് ആരെ പറഞ്ഞത്? ക്ഷമയെ പറഞ്ഞത്. സാധാരണ ക്ഷമയല്ല. ഞാൻ ഓതിവെച്ച സൂറത്ത് ആലു ഇമ്രാനിലെ അവസാനത്തെ വചനം നിങ്ങൾ പലതവണ കേട്ടതായിരിക്കും. വിശ്വാസികളെ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇസ്ബിറു വസ്വാബിറു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ക്ഷമിക്കുക, സ്വാബറ എന്ന് പറഞ്ഞാൽ അന്യോന്യം ക്ഷമിക്കുക എന്നതാണ്. ക്ഷമയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് ഇസ്ബിറു വസ്വാബിറു. എന്നിട്ട് ആയത്തിന്റെ അവസാനം പറയുന്നു എന്തിനാണിത്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയിക്കാനുള്ള മാർഗം അതാണ്. കാരണം എന്താ? സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ക്ഷമ വേണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും എന്ത് വേണം? ക്ഷമ വേണം. ശരി, അപ്പോൾ ക്ഷമ എന്താണ്? വാജിബാണ്. എന്ന് വെച്ചാൽ ക്ഷമിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടും എന്നർത്ഥം. അതാണ് ക്ഷമയുടെ ഒന്നാമത്തേത്. ഈ വാജിബായ ക്ഷമയോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് വാജിബല്ലാത്ത ക്ഷമയുമുണ്ട്. മുസ്തഹബായ ക്ഷമ അഥവാ ഐച്ഛികമായ ക്ഷമ. ക്ഷമിക്കുകയും ക്ഷമിക്കാതിരിക്കുകയും ചെയ്യാം എന്ന് പറയുന്ന ചില അവസ്ഥകളുണ്ട്. പണ്ഡിതന്മാർ ക്ഷമയെ അങ്ങനെ വേർതിരിച്ചു. സബ്റുൻ വാജിബുൻ യഅ്സമുൽ ഇൻസാനു ഇദാ ലം യസ്ബിർ.
ക്ഷമിച്ചില്ലെങ്കിൽ പാപം കിട്ടാവുന്ന, കുറ്റം കിട്ടാവുന്ന വാജിബായ ക്ഷമ. സബ്റുൻ മുസ്തഹബ്ബുൻ, മുസ്തഹബായ ക്ഷമ അഥവാ ഐച്ഛികമായ ക്ഷമ. ഫഹുവ വാജിബുൻ ഫിൽ വാജിബാതി വവാജിബുൻ അനിൽ മുഹറമാതി വമുസ്തഹബ്ബുൻ അനിൽ മുക്രഹാതി. എപ്പോഴാണ് ക്ഷമ വാജിബാകുന്നത്? നിർബന്ധമായ കാര്യങ്ങളെ സ്വീകരിക്കാൻ, ചെയ്യാൻ ക്ഷമ ആവശ്യമാണ് എങ്കിൽ അവിടെ ക്ഷമ എന്താണ്? നിർബന്ധമാണ്. മക്രൂഹാത്തുകൾ അഥവാ നിർബന്ധമല്ല, ഹറാമാക്കിയ കാര്യങ്ങളല്ല, നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളല്ല, എന്നാൽ കറാഹത്ത് എന്നതിൽ ഫിഖ്ഹ് കർമ്മശാസ്ത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അഥവാ ചെയ്യൽ മോശമാണ് എന്നാൽ കുറ്റമില്ല, അങ്ങനത്തെ കാര്യം, അതാണ് എന്ത്? കറാഹത്ത് എന്ന് പറയുന്നത്. അവിടെ ക്ഷമ എന്താണ്? മുസ്തഹബാണ്, ഐച്ഛികമാണ്, സുന്നത്താണ്. മറ്റേടത്ത് ക്ഷമ എവിടെ? നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നിടത്തും ഹറാമിൽ നിന്ന് അകന്നു നിൽക്കുന്നിടത്തും ക്ഷമ എന്താണ്? വാജിബാണ്, നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞു കാണാം, വല ഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് അവർക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ അവിടെ ഐച്ഛികമാണ്, നിർബന്ധമല്ല. നിങ്ങളെങ്ങാനും ശത്രുക്കളെ നിങ്ങൾ ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടതുപോലെയായിരിക്കണം അവരെ ശിക്ഷിക്കേണ്ടത്. മക്കയിലെ മുസ്ലിങ്ങളോട് പറഞ്ഞതാ, മുശ്രിക്കുകളെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ ചാൻസ് കിട്ടിയല്ലോ, ഇപ്പൊ നിങ്ങൾ അവരെ ശിക്ഷിക്കേണ്ടത് എങ്ങനെ? ഭയങ്കരമായ ശിക്ഷയല്ല, നിങ്ങൾ അനുഭവിച്ചതുപോലെ, നിങ്ങൾ പ്രയാസപ്പെട്ടതുപോലെ. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, വല ഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അല്ല, ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാതെ, പകരം ചെയ്യാതെ ക്ഷമിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാകുന്നു ക്ഷമാലുക്കൾക്ക് ഉത്തമം. അവിടെ ക്ഷമ എന്താണ്? ഐച്ഛികമാണ്, എന്തല്ല, നിർബന്ധമല്ല. ക്ഷമിക്കുകയും ചെയ്യാം, ശിക്ഷിക്കുകയും ചെയ്യാം എന്നർത്ഥം. ഈ രണ്ട് രൂപത്തിലും അത് വരും എന്നർത്ഥം. അപ്പോ വാജിബായ ക്ഷമയുണ്ട്. ഉദാഹരണമാണ് ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടിയുള്ള ക്ഷമ. ഫജ്ർ നമസ്കരിക്കാനുള്ള ക്ഷമ, അതിന് നമ്മൾ സഹിക്കേണ്ടി വരും. ആ ക്ഷമ എന്താണ്? വാജിബാകുന്നു, നിർബന്ധമാകുന്നു. അല്ലെ? ആപത്തുകൾ വരുമ്പോൾ പൊട്ടിക്കരയാൻ പ്രവണത വരും. അല്ലെ? നമ്മുടെ നാട്ടിലെ കണ്ടില്ല നിങ്ങൾ, നെഞ്ചത്തൊക്കെ അടിച്ച് കുപ്പായൊക്കെ കീറിയിട്ടുള്ള ഒരു കരച്ചിലുണ്ട്, ശക്തമായ കരച്ചിൽ. അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമ, പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ, അത് വാജിബാണ്, നിർബന്ധമാണ്. ശരി, ഒരാൾ നിങ്ങളോട് തെറ്റ് ചെയ്തു, തിന്മ ചെയ്തു, പകരം ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ ക്ഷമിക്കുക എന്നത് എന്താണ്? മുസ്തഹബാണ്, അഥവാ നിർബന്ധമല്ല, ഐച്ഛികമാണ്. നിങ്ങൾക്ക് ക്ഷമിക്കുകയും ചെയ്യാം, പകരം ചെയ്യുകയും ചെയ്യാം. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ വാജിബായ ക്ഷമയുണ്ട്, വാജിബല്ലാത്ത ക്ഷമയുമുണ്ട്. ഇനി രണ്ടു തരം ക്ഷമയുണ്ട്. മനുഷ്യന്റെ ശാരീരികമായും മാനസികമായുമുള്ള ക്ഷമ. ഒന്ന് ശാരീരികമായ ക്ഷമ, രണ്ടാമത്തേത് മാനസികമായ ക്ഷമ. ഈ ശാരീരികമായ ക്ഷമയിൽ തന്നെ രണ്ടു തരമുണ്ട്. ഒന്ന് മനുഷ്യന് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നത്, രണ്ടാമത്തേത് മനുഷ്യൻ നിർബന്ധമായി അവന് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തത്. മാനസികമായ ക്ഷമയിലും അങ്ങനെയുണ്ട്. മനുഷ്യന് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നത്, മനുഷ്യന് തീരെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത്. ശാരീരികമായി മനുഷ്യന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ക്ഷമയിൽപ്പെട്ടതാണ്, മനുഷ്യന്റെ വിവേചനാധികാരമുള്ള ക്ഷമയിൽപ്പെട്ടതാണ്, ശാരീരികമായ ക്ഷമയിൽപ്പെട്ടതാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുക എന്നത്. നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം, അനുഭവിക്കാതിരിക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമുക്ക് മാറിപ്പോകാം, സ്ഥലം മാറിപ്പോകാം, അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകാം, ഒക്കെ ചെയ്യാം. ശരി, നിർബന്ധമായ ശാരീരികമായി മനുഷ്യൻ ക്ഷമിക്കേണ്ട ഘട്ടമാണെന്ത്? ഒരു ശിക്ഷക്ക് നാം വിധേയമാക്കിയാൽ 100 അടി അടിക്കാനുള്ള ഒരു ശിക്ഷ നമുക്ക് വന്നു എന്ന് വെക്കുക, അത് നാം നിർബന്ധിതനാണ് ഏൽക്കൽ. അവിടെ നാം എന്ത് ചെയ്യണം? അത് ക്ഷമിച്ചേൽക്കുക തന്നെ വേണം, വേറെ ഒരു നിവൃത്തിയുമില്ല. മാനസികമായി മനുഷ്യന് സ്വാതന്ത്ര്യമുള്ള ക്ഷമ, നഫ്സിയായ മാനസികമായ സ്വാതന്ത്ര്യമുള്ള ക്ഷമ, സബ്റുൻ നഫ്സി അൻ ഫിഅലി മാ ലാ യുഹ്സിനു ശറഅൻ. ശറഅ് നല്ലതല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിടിച്ചു നിൽക്കുക. നിർബന്ധമായി മാനസികമായി മനുഷ്യൻ ഒരിക്കലും അവന് സഹിക്കുകയല്ലാതെ നിവൃത്തിയില്ല, മനസ്സ് അസഹിക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് വരുന്ന ക്ഷമ ഏതാണ്? ഉദാഹരണം, നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മോട് വിട പറഞ്ഞു, നമുക്കവിടെ സ്വാതന്ത്ര്യമല്ല, നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. സ്വാതന്ത്ര്യമല്ല, നിർബന്ധമാണ്. നമ്മളൊരു മോൻ മരിച്ചുപോയി പെട്ടെന്ന്,
ക്ഷമിച്ചേ തീരൂ. അപ്പൊ ഇങ്ങനെ ക്ഷമയെ ഈ രൂപത്തിലും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ക്ഷമയുടെ വിഷയത്തിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിർബന്ധമായുള്ള ക്ഷമയുടെ കാര്യത്തിൽ മൃഗവും മനുഷ്യനും തുല്യമാണെങ്കിൽ, നിർബന്ധമല്ലാത്ത സ്വയം തിരഞ്ഞെടുക്കാൻ അധികാരമുള്ള ക്ഷമയുടെ കാര്യവുമായി മനുഷ്യൻ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. മുസ്ലിം സമൂഹം ഏറെ ആദരിച്ചിരുന്ന സ്പെയിനിലെ മറുവ് എന്ന പ്രദേശത്തുള്ള ഒരു സംഭവം പണ്ഡിതന്മാർ വളരെ ഹിക്മത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും. മറുവ് എന്ന പ്രദേശത്തെ യുവാക്കൾ എന്നെ ജയിച്ചടക്കിയതുപോലെ ആരും എന്നെ ജയിച്ചടക്കിയിട്ടില്ല. എന്താണത്? ഖാലലി മറത്തൻ മസ്സബർ, എന്നോട് ചോദിച്ചു എന്താണ് ക്ഷമ എന്ന്. ഖുൽതു, ഞാൻ പറഞ്ഞു, ഇൻ വജദ്നാ അകൽനാ വ ഇൻ ഫഖദ്നാ സബർനാ. എന്താണ് ക്ഷമ എന്നോ? കിട്ടിയാൽ തിന്നും, കിട്ടിയില്ലെങ്കിൽ തിന്നാതെ ക്ഷമിച്ചിരിക്കും. അതാണ് ക്ഷമ എന്ന്. ഖാല, അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു, ഹാദാ മാ തഫ്അലുഹു കിലാബു മർവിൻ ഇൻദനാ. ഞങ്ങളുടെ നാട്ടിലെ പട്ടികൾക്കുള്ള ക്ഷമയാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലെ മറുവിലെ പട്ടികളൊക്കെ എങ്ങനെയാണ്? കിട്ടിയാൽ തിന്നൂല്ലെങ്കിലോ തിന്നാണ്ടിരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കുട്ടികളാണ് എന്നെ ജയിച്ചടക്കിയ ഒരു. അപ്പൊ ഞാൻ ചോദിച്ചു, ഫമസ്സബ്റു ഇൻദകും, എന്നാ പിന്നെ എന്താ നിങ്ങളുടെ നാട്ടിലെ ക്ഷമ? നിങ്ങളെ പട്ടികളുടെ ക്ഷമയാണല്ലോ ഞങ്ങളെ ക്ഷമ. ശരി, എന്താൽ? അവർ വിശദീകരിച്ചു, ഇൻ ഫഖദ്നാ സബർനാ വ ഇൻ വജദ്നാ ആഥർനാ വഅതൈനാ ലിഗൈരിനാ. ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും. കിട്ടിയാൽ ആഥർനാ, ഞങ്ങൾ മറ്റുള്ളവർക്ക്, വഅതൈനാ ലിഗൈരിനാ, ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കും. അതാണ് എന്ത്? യഥാർത്ഥ ക്ഷമ. അപ്പോ പട്ടിണി കിടക്കുമ്പോ ക്ഷമിച്ചു എന്നത് എന്തല്ല? ക്ഷമയല്ല. പട്ടിണി കിടക്കുമ്പോൾ ക്ഷമ എന്താ? പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കിട്ടി, അപ്പോഴോ തൊട്ടപ്പുറത്തുള്ള പട്ടിണി കിടക്കുന്ന മനുഷ്യന് നൽകാൻ സാധിക്കുക എന്നതാണ് എന്ത്? ക്ഷമ. അതാണ് യഥാർത്ഥ ക്ഷമ. അതാണ് ക്ഷമയിൽ മനുഷ്യനും പട്ടിയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. മറുവലെ പട്ടികൾ അങ്ങനെയാണ് എന്നാണ് കുട്ടികൾ പഠിപ്പിച്ചത്. അപ്പൊ സഹോദരന്മാരെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്ഷമ എന്നത് അല്ലാഹു മനുഷ്യന്റെ തക്ലീഫുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യന്റെ നിർബന്ധ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നിർബന്ധമായ കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നു. വാജിബാത്തുകൾ, നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ, അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് പരീക്ഷിക്കും. മുഹറമാത്തുകളെ കൊണ്ട് അഥവാ നിഷിദ്ധമാക്കിയവയെ കൊണ്ട് പരീക്ഷിക്കും. അതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പരീക്ഷിക്കും. ഇത് രണ്ടും പരീക്ഷണമാണ്. ഈ മനുഷ്യൻ ഈ രണ്ടിന്റെ മുമ്പിലും ക്ഷമിച്ചു നിൽക്കണം. അതുപോലെ തന്നെ മൂന്നാമത് അല്ലാഹു വിധികളെ കൊണ്ട് പരീക്ഷിക്കും. അസഹ്യമായ വിധികൾ, സഹിക്കാൻ പറ്റാത്ത, താങ്ങാൻ പറ്റാത്ത ശക്തമായ വിധികളെ കൊണ്ട് പരീക്ഷിക്കും. അവിടെ അക്ഷമരാകാതെ, അസ്വസ്ഥരാകാതെ, പടച്ചതമ്പുരാൻ ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയാതെ ക്ഷമിക്കാൻ സാധിക്കുമോ എന്ന് അല്ലാഹു പരീക്ഷിക്കും. അപ്പൊ 3 തരം. ഒന്ന്, വാജിബാത്തുകൾ പരീക്ഷണമുണ്ട്. ചെയ്യൂല്ലേ നോക്കൂ അല്ലാഹു. അതിനാണ് ഫജ്ർ നിസ്കാരമൊക്കെ വളരെ നേരത്തെ ചെയ്യൂല്ലേ നോക്കാൻ തന്നെയാണ്. അപ്പൊ അവിടെ നമുക്ക് ക്ഷമിക്കാൻ കഴിയോ? രണ്ടാമത്തേത് മുഹറമാത്തുകൾ. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നൃത്തം വെക്കും മുഹറമാത്തുകൾ, തെറ്റായ കാര്യങ്ങൾ. സൗകര്യം, തെറ്റായ കാര്യം ചെയ്യാൻ ഭയങ്കര സൗകര്യം. തെറ്റ് ചെയ്യാൻ, തിന്മ ചെയ്യാൻ എല്ലാവിധ സൗകര്യം. ആരും കാണൂ. എന്താ സുഖം! ഇമാതിരി ഒരു നാട് വേറേതാ? ഏതു തരം തിന്മകളും ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരും കാണാതെ ചെയ്യാവുന്ന അവസരം അള്ളാഹുവിന്റെ പരീക്ഷണമാണ് മുഹറമാത്തുകൾ. അല്ലേ? ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും അറിയുകയില്ല. ഒറ്റക്ക് ഞാനും അവളും മാത്രം ഒരു റൂമിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു. അവിടെ അവളുടെ സൗന്ദര്യമോ അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഭാഗങ്ങളോ സ്വാധീനിച്ച് മനുഷ്യന് ക്ഷമ നഷ്ടപ്പെടാൻ പാടില്ല. പിടിച്ചു നിൽക്കണം. മൂന്നാമത്തേത് ഖദറുകളിലുള്ള ക്ഷമയാണ്. അസഹ്യമായ, സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. ചിലപ്പോ ജോലി കിട്ടാതെ പട്ടിണി കിടക്കേണ്ടി വന്നേക്കാം, അല്ലേ? സംഭവിക്കാം. അതിനേക്കാൾ ശക്തമായത് വരും. മാരകമായ വേദനയുള്ള രോഗങ്ങൾ വന്നേക്കാം. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മാരകമായ വേദനയുള്ള രോഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ക്യാൻസർ രോഗികളൊക്കെ ചെന്ന് സന്ദർശിച്ചു നോക്കൂ. വായിലൊക്കെ ക്യാൻസർ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു അവർക്ക് സഹനവും ക്ഷമയും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലുണ്ടല്ലോ വല്ലാത്ത പ്രയാസമാണ്. അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ വിധി സഹിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. അവിടെ ഒരിക്കലും പടച്ച റബ്ബിനെ കുറിച്ച് ഒരു ദുഷ്വിചാരവും കൂടാതെ ക്ഷമിക്കുവാനാണ് നമ്മുടെ ബാധ്യത. അതാണ് നാം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 രംഗത്തും അതീവ ക്ഷമ കാണിക്കാൻ സാധിക്കുന്നവർക്ക് സ്വർഗം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതാണ് ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ് എന്ന് പറഞ്ഞാൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധി